വിഷയം ആളിക്കത്തിയതോടെ ലോക്സഭ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഇന്ന് നന്ദി പ്രമേയ ചർച്ചയായിരുന്നു പാർലമെന്റിൽ നടക്കേണ്ടത്. അതാണ് ഓം ബിർള ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് വലിയൊരു സന്ദേശം നൽകാനാണ് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഉദ്ദേശിച്ചത്. അത് നടന്നില്ല. എങ്ങനെയാണ് ഈ വിഷയം കൊണ്ടുവരാൻ ശ്രമിച്ചത്? എന്താണ് ഉണ്ടായത്? രാജ്യസഭയിലും ലോക്സഭയിലും അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷ നേതാക്കൾ നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ മാത്രം 22 നോട്ടീസുകൾ. പക്ഷേ ഈ രണ്ട് സഭകളിലും നോട്ടീസ് പരിഗണിക്കാൻ സ്പീക്കറും ഒപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷനും തയ്യാറായില്ല. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം ഇരു സഭകളിലും പ്രതിപക്ഷം ഉയർത്തുകയായിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം മൈക്ക് ഓഫ് ചെയ്തിരുന്നു. പിന്നീട് അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഓൺ ചെയ്ത മൈക്ക് വീണ്ടും രാഹുൽ സംസാരിച്ച് പൂർത്തിയാക്കുന്നതിന് മുൻപ് ഓഫാക്കിയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യസഭയിൽ ആദ്യം പ്രതിഷേധം ആരംഭിച്ചു, പിന്നീട് 12 മണി വരെ നിർത്തിവെച്ചു. അതിനുശേഷം വീണ്ടും സഭ തുടങ്ങിയിട്ടും ഇപ്പോഴും ഈ സമയം വരെയും പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷം. ലോക്സഭയിലാണെങ്കിൽ 12 മണിക്ക് വീണ്ടും സഭ ആരംഭിച്ചപ്പോഴും കനത്ത പ്രതിഷേധം തുടരുകയും നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തതോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തതോടുകൂടി തിങ്കളാഴ്ച വരെ പിരിയുകയായിരുന്നു. എന്തായാലും അംഗങ്ങളൊക്കെ തന്നെ ലോക്സഭാ അംഗങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ചില പ്രതികരണങ്ങൾക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കനത്ത പ്രതിഷേധം നീറ്റ് വിഷയത്തിൽ ഉന്നയിച്ചു. അത് സഭയിൽ നന്ദിപ്രമേയ ചർച്ച അല്ല ഇന്ന് നടക്കേണ്ടത്, അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നടത്താം. ഇപ്പോൾ നടക്കേണ്ടത് നീറ്റ് വിഷയമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. കൊടിക്കുന്നിൽ സുരേഷ് MP ഇവിടെ ലോക്സഭ നിർത്തിവെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നു. എന്തായാലും നീറ്റ് വിഷയം രാജ്യം ഇന്ന് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇനിയും സമയമുണ്ട്. അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആകാം എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് വിഷയം. ശരി, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം തേടാനാണ് അനൂപ് ദാസ് അവിടെ നിൽക്കുന്നത്. അത് ഉടനെ തന്നെ ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നെറ്റ് വിഷയം, ആ ക്രമക്കേട്, അത് സ്വാഭാവികമായും അത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട ഏറെ ഗൗരവമേറിയൊരു വിഷയമാണ്.